ഇന്ന് സംസാരിക്കുന്ന വിഷയം മണി റെയ്ക്കി എന്ന സബ്ജക്റ്റ് ആണ്. രാവിലെ ഏതോ സ്ഥലത്തുനിന്ന് വിളിച്ച ഒരു വ്യക്തി, ഹരിപ്പാടുന്നോ ഒക്കെയാണ് തോന്നുന്നത്, വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. സാമ്പത്തിക പ്രയാസം ഭയങ്കരമായിട്ടുണ്ട്. കണ്ടമാനം കടം ഉണ്ട്. താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് മണി റെയ്ക്കി ചെയ്യാമോ? ഫോണിൽ കൂടെ ഇങ്ങനെ മണി റെയ്ക്കി എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ വിസ്തരിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പകൽ സമയത്ത് ഓരോരുത്തർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം അപ്പ പറയില്ല. കാരണം ഇവരോട് പറയുമ്പോഴേക്കും ഞാൻ ക്ഷീണിക്കും. ഇത് വിസ്തരിക്കണ്ടേ. അവരാകട്ടെ 4 വരി കേട്ട് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും, മൊബൈല് കയ്യിലെടുക്കും. അതിന്റെ ബേസ്മെന്റ് ശ്രദ്ധിച്ചിട്ടല്ല പലരും സംസാരിക്കുന്നത്. അവർക്ക് ഉത്തരം അറിയണമെന്നില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ ഇടുകയാണ്. അത് ധന്യമയ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറെ പേർക്ക് കേൾക്കാമല്ലോ. റെക്കിയെ പലതായിട്ട് പറയാനുണ്ട്. പൊതുവെ റെക്കി എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയെ ഉദ്ദീപിക്കലാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നത് റെക്കി പവർ കൊണ്ടാണ്. നമ്മുടെ ശരീരം നിലനിൽക്കുന്നതും അങ്ങനെയാണ്. ഇതിൽ മണി റെക്കി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണ. ഉടനെ രൂപ നോട്ടുകൾ ഓർമ്മ വന്നു. ഇന്ന് പണം എന്ന് പറഞ്ഞാൽ രൂപ നോട്ടുകളാണ്. അടുത്ത് തന്നെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധന്യമയ ജീവിതത്തിന്റെ പഴയ എപ്പിസോഡ് മൂലക്ക് കേൾക്കാന്ന് വെച്ച് ഒന്നാമത്തെ മുതൽക്ക് കേൾക്കുന്ന ഒരു തലമുറ ഭാവിയിൽ വന്നാൽ അന്നത്തെ മണി നമ്മൾ വിചാരിക്കുന്നാവില്ല. മണി റെക്കി എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ ഇഷ്ടംപോലെ മേശപ്പുറത്ത് കാശ് വരിക എന്നാണ് തെറ്റിദ്ധാരണ. ഒരാളുടെ മേശപ്പുറത്ത് വേറൊരാൾ റെക്കി ചെയ്തു, അയാളുടെ മോശപ്പുറത്ത് ധാരാളം പൈസ വരാതെ. മണി എന്നുള്ളതിന്റെ മറ്റൊരു കാര്യമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ യുദ്ധം, എവിടേക്കോ യുദ്ധമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വിളിക്കുന്ന പലവരോടും എന്താ യുദ്ധത്തിന്റെ വല്ല കെടുതികളും ഉണ്ടെന്ന്. യുദ്ധം വന്നപ്പോഴേ വിവരമില്ലാത്തവന്റെ ജൽപ്പനമായിട്ട് കരുതിയാൽ മതി. സ്വർണത്തിന് വിലയോട് കൂടി. പിന്നെ യുദ്ധം വന്നപ്പോ സ്വർണത്തിന് വില കൂടിയത് എങ്ങനെ? മരണവുമായിട്ട് മുഖാമുഖം നിൽക്കുന്ന ആളുകൾ, പ്രശ്നങ്ങളുണ്ട്. ഈ സ്വർണം തിന്നാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്വർണത്തെ ഉപയോഗിക്കാൻ പറ്റുമോ? യുദ്ധം പൊട്ടി മുളച്ചിരിക്കുകയാണ്, കുമ്പളങ്ങയ്ക്ക് വില കൂടി, കുഴപ്പമില്ല. യുദ്ധം വന്നോട് കൂടിയിട്ടേ കുമ്പളങ്ങയുടെ വില കൂടി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഓലൻ ഉണ്ടാക്കണമെങ്കിൽ കുമ്പളങ്ങ വേണം. ഇപ്പൊ 100 കണക്കിൽ പവൻ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്വർണം. ഉത്തരം, ധനം എന്ന് പറയുന്നത് നമ്മളെ ധന്യമാക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇതല്ലാന്നോ അല്ല. സ്വർണത്തിന് വില കൂടാൻ വേറെ കാരണമുണ്ട്, എങ്കിലും പറയാണ് ധന്യതയാണ് ധനം. നമ്മൾ വിചാരിച്ച ഈ നോട്ടല്ല. അയൽവാസിയായുള്ള ഒരു സ്ത്രീ, പേര് ദേവി എന്നാണ്, എന്തോ വർത്തമാനം മതി വെച്ചു. ദേവി തന്നെയാണോ പേര്? റെക്കാർഡിലെ പേര് ധനലക്ഷ്മി എന്നാണ്. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ദേവി എന്നെല്ലാവരും വിളിക്കും. ധനം
ധന്യതയുണ്ടാക്കുന്നതാണ് ധനം. അത് ചിലപ്പോൾ രൂപ നോട്ടാവില്ല എന്നും പറയുന്നില്ല. നിങ്ങളുടെ ജീവിതം ധന്യതയുണ്ടോ? ഒരു പൈസ കയ്യിലില്ലാതെ ഹിമാലയത്തിൽ കഴിയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ തിരുവണ്ണാമലയിൽ കാണാൻ കഴിയും. ഒരു പൈസയില്ല, പക്ഷെ അവർക്ക് ധന്യതയുണ്ട്, മുഖത്ത് ക്ലേശം ഇല്ല. ധനം ധന്യത ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനെ ധനം എന്ന് വിളിച്ചു. 5 ഇന്ദ്രിയങ്ങളും ശ്രദ്ധാപൂർവം പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഇതിലും വലിയ ധന്യത ഇല്ല. ഒരാളെയും അവരുടെ സാമ്പത്തികാവസ്ഥ വെച്ച് നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് 1.5 ലക്ഷം റുപ്യ പെൻഷൻ, അതേ പെൻഷൻ ഭർത്താവിന്. കുറച്ചു നേരം സംസാരിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തൊരു നെഗറ്റീവ് വൈബ്രേഷൻ, അവിടുന്ന് ഇങ്ങോട്ട് പോന്നാ മതി, അത്ര അസ്വസ്ഥരാണ് അവര്. അവർക്ക് ധന്യത എവിടെ? അവർക്ക് ധന്യത എന്നുള്ളത് അവരുടെ ജീവിതത്തിലുണ്ടോ? മൂല്യം വേറെ, വില വേറെ. മൂല്യം ഒട്ടുമില്ലാത്തതിന് വില കൂടും. വിലയും ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരു ഫുൾ ബോട്ടിലിന് 6500 റുപ്യ ഉണ്ട് എന്നൊരാൾ പറഞ്ഞ് ഞാൻ ഓർക്കണം. കുറച്ചു കൊല്ലം മുമ്പാണ്. അന്ന് തന്നെ 6500 റുപ്യ ഉണ്ടെങ്കിൽ ഇപ്പൊ അതിന് 16,000 ഇപ്പൊ വില ഉണ്ടാവും. അത്ര വിലയുണ്ട്. മൂല്യമോ? മൂല്യവും വിലയും ഒന്നല്ല. പത്രത്തിൽ വായിക്കാറില്ലേ, 2 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്ന്. അപ്പൊ എത്ര വില ഉണ്ടോ ഇതിന്? വിലയുണ്ട്, 2 കോടി വിലയുണ്ട് മയക്കുമരുന്നിന്. മൂല്യമോ? മൂല്യമില്ല. ശ്വസിക്കാൻ ഓക്സിജൻ വേണം, അതിന് മൂല്യമുണ്ട്. വിലയോ? ഒരു വിലയും കൂടാതെ നമുക്ക് ഓക്സിജൻ കിട്ടും. ധന്യതയുണ്ടാക്കുന്നതാണ് ധനം. അത് ലക്ഷ്മിയാണ്. ആ ധന്യത എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതിലേക്ക് ഒട്ടും പൈസ ഇല്ലാതെ പറ്റുമോ എന്നുള്ള കൊസറ ചോദ്യങ്ങൾ ഇവിടെ വരുന്നില്ല. ഏത് കാര്യം പറയുമ്പോഴേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, കാശില്ലാതെ വല്ലതും നടക്കുമോ, റേഷൻ വാങ്ങണം, എന്ത് ചെയ്യണം, ആ ചോദ്യമല്ല ഇവിടെ കാര്യം. മണി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ധന്യത, ധനം, ധനലക്ഷ്മി. ആ ധനലക്ഷ്മിയുടെ ഒരു ചിത്രം വരയ്ക്കുമ്പോ ലക്ഷ്മി സ്വർണത്തിന്റെ ചെപ്പുകോടത്തില് സ്വർണ്ണ നാണയം എങ്ങനെ വീണൊരു ചിത്രം കൊടുക്കേണ്ടി വരും. നാളെ സ്വർണ്ണ നാണയത്തിന് വിലയില്ലാതാവുമ്പോ ആ ചിത്രം മാറ്റേണ്ടി വരും. എന്നിട്ട് പറയും പണ്ട് സ്വർണത്തിന് വില ഇപ്പൊ പോയി. നോട്ടുകളിങ്ങനെ വിഴുന്നൊക്കെ കാണിക്കും. ഇതല്ല ധന്യത. ആ സമ്പത്ത് ഇങ്ങനെ വിടലല്ല. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ നടൻ രാഘവൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ സ്വപ്നം കണ്ട പോലെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഭ്രമിച്ച് നിൽക്കുമ്പോൾ മരത്തിന്റെ കൊമ്പത്ത് ആരോ കയറിയിട്ട് കുറെ നോട്ടുകൾ ഇങ്ങനെ വെതറി താഴോട്ട് ഇട്ടു. ആ സമയത്ത് ധന്യതയുടെ പ്രതീകം അതായിരുന്നു. പിന്നീട് രാഘവൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ചു. ആ കാലം അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പണ്ടത്തെ മണി റേക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നോട്ടായിട്ട് ബന്ധം. എന്റെ വീട്ടിൽ മേശപ്പുറത്ത് കുറച്ച് പൈസ വേണം, മണി റേക്കി എന്നല്ല, നിങ്ങളിലെ ധന്യതയെ ഉണർത്തുകയാണ്. റെക്കി ചെയ്യുന്ന ആള് ചോദിക്കുന്നത്
ഇപ്പൊ നിങ്ങൾ ധനികനല്ലേ? എന്നോട് സംസാരിക്കാൻ കഴിയുന്നല്ലോ. സംസാരിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയെ പറ്റിയിട്ട് ആ കുട്ടിയുടെ പിതാവ് പറയാണ്, ഒരു വരി പറയണമെങ്കിൽ നാക്ക് എന്തെല്ലാം മിഷനറി പ്രവർത്തിക്കണം. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, നിങ്ങളുടെ മാനസികമായുള്ള ആരോഗ്യം, ഇതാണ് ധനം. ഇത് പലയിടത്തിലും ഇല്ല, പല രാജ്യങ്ങളിലും ഇല്ല. ഇത്ര രൂപ വരുമാനമുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ഞെട്ടിക്കാനൊക്കെ കഴിയും. റെക്കി മാസ്റ്റർ പ്രപഞ്ചശക്തിയിൽ നിന്ന് ഈ റെക്കി പവറിനെ എടുത്തതിന് ശേഷം സ്പേസ് ഇല്ല ആ വ്യക്തിയിലേക്ക് ഈ ധന്യതയെ അങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യുകയാണ് മണി റെക്കി ചെയ്യുന്നത്. അത് അസുഖം വരുമ്പോഴും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ ആണ്. ധന്യനാവുക, ഇതാണ് ധനലക്ഷ്മി. ധനലക്ഷ്മി പൂജയോ തന്നെയാണ് മണിറക്കി എന്ന് പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഉസൂയി എന്ന ജപ്പാൻകാരൻ അതിനെ ഒരു പ്രത്യേക രീതിയിൽ പൊലിപ്പിച്ച് അതിനെ ഇൻട്രഡ്യൂസ് ചെയ്തു. പല വാക്കുകളും ഇംഗ്ലീഷ് പദപ്രയോഗമായതുകൊണ്ട് കേൾക്കുന്നവർ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ ഒരു എഫക്റ്റ് കിട്ടും. ധനലക്ഷ്മി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര വില തോന്നില്ല. സംഭവം ഇതാണ്. മണിയിറക്കി ചെയ്താൽ ഗുണമുണ്ട്. നാം നമ്മുടെ മനസ്സിനോട് പറയണം, ധന്യത ആണ് പ്രധാനം. ആഹാരം കഴിച്ച ആളേക്കാൾ ധന്യത വിളമ്പിക്കൊടുത്തവർക്കാണ്. അപ്പൊ ധന്യത എന്ന് പറഞ്ഞാൽ ആഹാരമല്ല. ആ ആൾ കഴിച്ചതിന് ശേഷം എനിക്ക് ഈ ഗതികേട് വന്നല്ലോ, ഇരന്നിട്ട് ആഹാരം കഴിക്കേണ്ടി വന്നല്ലോ എന്നാണ് അയാൾ ചിന്തിച്ചത്. കൊടുത്ത ആൾ അയാൾക്ക് കഴിക്കാനുള്ള ആഹാരം കൊടുക്കുന്ന ആൾക്ക് ആഹാരമില്ല. പല വീട്ടമ്മമാർക്കും ആഹാരം ഉണ്ടാവില്ല. സ്വാദോടുകൂടി ഉണ്ടാക്കിയ കുട്ടികൾ ഇത് മുഴുവൻ തിന്ന് അമ്മയെ കുറച്ചും കൂടി വേണമെന്ന് അവസാനം ബിസ്ക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടാവില്ല. ധന്യത, മൂല്യം, മണി റെക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. അത് സ്വീകരിക്കുന്നവർക്കും കുറെ ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് ഈ വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് വേറെ ദിവസം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.